السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. CSK ശിഹാബ് തങ്ങൾ മഹത്തായ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, ഇവിടെ സദസ്സിലും സ്റ്റേജിലും സദസ്സിലൊക്കെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട നമ്മുടെ മഹത്തായ നേതാക്കളെ, പ്രവർത്തകരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, രാജാതിരാജനായ റബ്ബ് നമ്മൾ ഒരുമിച്ച് കൂടി ഒരു സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. ഈ മഹത്തായ സംഗമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയുടെയും പ്രതിഫലം നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവിടുത്തെ പേരിലാണല്ലോ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യൻ ഹാജി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മൾ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് കൂടിയുള്ള മാതൃക നമുക്ക് കാണിച്ചെന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, ഒരുപാട് വിഷയത്തിൽ നമുക്ക് തങ്ങളെ മാതൃകയാക്കാൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങള് തൻ്റെ ജീവിതം മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മഹാനായ നേതാവാണ്. ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ പോലും ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. തൻ്റെ വീടിൻ്റെ ആ കൊലായിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ആണോ പെണ്ണോ മതങ്ങളോ മറ്റോ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾക്കുള്ള അവലാദ്യം വ്യാവലാദ്യം കേൾക്കാൻ വേണ്ടി കാതുകുന്ന നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരുപാട് വിഷയത്തിൽ മാതൃക ഉണ്ടല്ലോ നമുക്ക്. ബഹുമാനപ്പെട്ട തങ്ങളെ ഓർക്കുമ്പോൾ ഏറ്റവും വലിയ നമുക്ക് പറയാനുള്ളത്, എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും സുബഹിക്ക് തങ്ങൾ അന്വേഷിച്ച് പോകണമെങ്കിൽ പാണക്കാട് പള്ളി പോയാൽ മതി. പാണക്കാട് പള്ളിയുടെ മെഹ്റാബിന്റെ ചാരത്ത് മിമ്പറിന്റെ മുമ്പിലുണ്ടാകും ആ പാണക്കാട് ആ പൂമത്ത്. തന്റെ ജീവിതം മുഴുവനും, ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായിട്ട് പോലും ഒരു സുബഹിന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്ത മഹാനായ നേതാവാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ. അവരൊക്കെ കണ്ടുപിടിച്ചത് മഹാനായ ബാഫഖി തങ്ങളെയാണ്. മഹാനായ ബാഫഖി തങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരു ജമാഅത്ത് പോലും മുടക്കാത്ത മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു ജമാഅത്ത് പോലും പ്രായപൂർത്തിയായിട്ട് വഫാത്താകുന്ന സമയം വരെ ഒരു ജമാഅത്ത് പോലും മുടക്കാത്ത നേതാവ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങള്. ആ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു അല്ലേ. എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന നേതാവാണ് ശിഹാബ് തങ്ങൾ. സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് പോരുമ്പോ കടക്കാരൻ കൊടുത്ത എത്രയെന്നറിയാത്ത, എത്ര പവനെന്നറിയാത്ത പൊന്ന് മകളെ കല്യാണമാണെന്ന് പറയുമ്പോ അത് എടുത്തു കൊടുക്കാൻ എത്ര പോലും ശ്രദ്ധിക്കാൻ നോക്കുമ്പോ 10-15 പവനങ്ങളാണ്. എന്നിട്ട് വന്ന് പറയാണ്, അവർ നമുക്ക് കാണിച്ചെന്ന് അകമഴിഞ്ഞ് പാപങ്ങളെ സഹായിച്ച നേതാവിന്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരുപാട് ആളുകളെ സഹായിച്ച നേതാവ്. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കതാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയ അമലിൽ നിന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമല് പറഞ്ഞു തരുമോ? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ വാക്ക് ഇതാണ്: പാവങ്ങളെ സഹായിക്കുക, പാവങ്ങളെ കണ്ണീരൊപ്പുക, അവർക്ക് രോഗം ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക. ഇത് ഹബീബിന്റെ വാക്കാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞ ഒരു വിഷമിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് സമാധാനം കൊടുക്കലാണ്. വിഷമിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ സമാധാനം കൊടുക്കലാണ്. എല്ലാരും പ്രയാസപ്പെടാൻ രോഗിയായി കിടക്കാണ്. എല്ലാരും പ്രയാസപ്പെടുമ്പോ ഒന്ന് ചൊല്ലുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക. അതാണ് ഏറ്റവും വലിയ അമലി എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കൊക്കെ മാതൃകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. ആ ഒരു ചാരിറ്റിന്റെ കീഴിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാവണം.
നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ റസൂൽ പറഞ്ഞതല്ലേ, ഒരാളെ ബാധ്യതയാണ് മറ്റുള്ളവനെ പ്രയാസപ്പെടും അവനെ സഹായിക്കുക എന്നുള്ളത്. ആരാവട്ടെ, തന്റെ അയൽവാസി ആരാണെങ്കിലും സഹായിക്കണമെന്നല്ലേ വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സിൽസാലക്ക് ഉസ്താദിന്റെ ക്ലാസ്സിലൊക്കെ ആ പ്രസംഗത്തെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ എത്രയോ വഫാത്തായിട്ട് വർഷങ്ങളായി ഇന്ന് നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നാട്ടിലും ഓരോ വീട്ടിലും ഓരോ വ്യക്തികളും ഓരോ ദിവസം നമ്മുടെ മനസ്സിലെ നമ്മുടെ മക്കളുടെ കുടുംബത്തിന്റെ മനസ്സ് നമ്മൾ നഷ്ടപ്പെട്ടു പോവാൻ, നമ്മളൊക്കെ മരിച്ചാൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇതുപോലെ നമ്മളെ കുറിച്ച് ഓർക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ഉമ്മ മരിക്കുമ്പോ ആ മക്കൾക്ക് ഉമ്മാനെ ഓർമ്മ വേണമെങ്കിൽ ആ ഉമ്മയുടെ ജീവിതത്തിൽ മക്കൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ വേണം. നല്ല കാര്യങ്ങൾ തന്റെ മക്കളെ ശീലിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ ഉമ്മക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവുള്ളൂ, മക്കൾക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. 50 കൊല്ലമാവട്ടെ 60 കൊല്ലമാവട്ടെ അവർക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവും. എത്രയോ ആളുകൾ വന്നുകൊണ്ട് പറയാറുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 50 വർഷമായിട്ടുണ്ട്, ബാപ്പ മരിച്ചിട്ട് 60 വർഷമായിട്ടുണ്ട്. അങ്ങനത്തെ ചില മക്കളുണ്ട്, അവർ തന്റെ ഉമ്മയെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇന്നലെ വരെ മരണപ്പെട്ടിട്ട് പോയി ചിന്തിക്കാത്ത ഓർക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഓരോ മനുഷ്യന്റെ ഇടയിൽ കയറി കൂടണമെങ്കിൽ, ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളെ പോസിറ്റീവ് പറയിപ്പിക്കണമെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കും ഇതുപോലെ നന്മകൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് സജീവമാവണം. അതാ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം നന്മയുടെ മേലെ സഹകരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യാനും ഒരുപാട് നല്ല സേവനം ചെയ്തുകൊണ്ട് ഇരു ലോക വിജയികളായി മരണപ്പെട്ടു പോകാനും അള്ളാഹു ഈ സംരംഭത്തിൽ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ.